എന്തെങ്കിലും അയാൾക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പുറത്ത് വന്നു. എനിക്ക് കുളിര് വരണു. പുറത്ത് വന്നു ഞങ്ങൾ എല്ലാ സ്ഥലവും പരക്കി, പക്ഷെ അയാൾ കണ്ടില്ല. അപ്പം ഞങ്ങളത് വിചാരിച്ചു ഭഗവാൻ തന്നെ വന്ന് ഞങ്ങളെ കൂട്ടി ദർശനം നടത്താണെന്ന്. ആ സമയത്ത് ഇങ്ങനെ ഗുരുവായൂരപ്പനാണോ വിഷ്ണു ഭഗവാനാണോ പറയാൻ പറ്റില്ല. നിറയെ ആഭരണമിട്ട് നീല നിറച്ചത്, കയ്യിൽ മുണ്ടൂട്ട് ഇങ്ങനെ നിൽക്കുന്ന വാഗൻ്റെ മുന്നിൽ അവർ വിളിച്ച് ഈ പിള്ളേർ 2 പിള്ളേർ ഒരെണ്ണത്രയും അപ്പോൾ അവർ പറയാ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ പുതപ്പൊക്കെ മാറ്റി തരാമെന്ന് പറഞ്ഞ് ആളെ വിളിച്ച് ആ പുതപ്പ് ഇതൊക്കെ മേടിച്ച് ഇനി ഞങ്ങൾ പോട്ടെ ആൻറ്റി അമ്മമ്മ എന്നൊക്കെ ബൈ പറഞ്ഞ് അവർ പോയി. ഈ 2 അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. പക്ഷെ അത് കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് അവിടെ ഭയങ്കര ജനത്തിരക്കാണ്. ഗുരുവായൂർക്ക് പുറപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്ര അങ്കണത്തിലെത്തി. അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഒരാൾ ഇതുപോലെ നല്ല മുണ്ടും നേരിയതും ഒക്കെ ചുറ്റി വന്നു ഞങ്ങളുടെ അടുത്ത് ചോദിക്കുക. അപ്പം നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഞങ്ങൾ ദർശനത്തിന് പോകണം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആദ്യം ഇതോ എന്തെങ്കിലും ഒരു കപടമായിരിക്കും എന്ന് വിചാരിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പം അയാൾ ഞങ്ങളെയും കൂട്ടി നടയിലെത്തി. എന്നിട്ട് ക്യൂബിലുള്ള ഒരു വഴി കാണിച്ചു കൊടുത്തു. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോൾ ആളെ വീണ്ടും കാണുന്ന ഒരു തോന്നി. നല്ല ദർശനം കിട്ടിയല്ലോ ഭഗവാനെ, അയാളെ ഒന്നും കൂടി കണ്ട് ഒന്ന് അനുമോദിക്കണം, എന്തെങ്കിലും അയാൾക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പുറത്ത് വന്നു. എനിക്ക് കുളിര് വരണു. പുറത്ത് വന്നു ഞങ്ങൾ എല്ലാ സ്ഥലവും പരക്കി അയാളെ കാണാനായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയില്ല. ഒരു ഫോൺ നമ്പർ അയാളുടെ അടുത്ത് അങ്ങനെ തോന്നിയില്ല ഭഗവാനെ തൊഴണമെന്നുള്ളൊരു ഇത് കാരണം. പക്ഷെ ഞങ്ങളെല്ലാ സ്ഥലത്തും ഞങ്ങളുടെ കണ്ണെല്ലാ സ്ഥലത്തും പരതി, പക്ഷെ അയാളെ കണ്ടില്ല. അപ്പം ഞങ്ങളത് വിചാരിച്ചു ഭഗവാൻ തന്നെ വന്ന് ഞങ്ങളെ കൂട്ടി ദർശനം തന്നതാണെന്ന്. ആദ്യമായിട്ട് അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ഞങ്ങൾ തിരുപ്പതിയിൽ നിന്ന് വരുമ്പോൾ വേറൊരു അനുഭവം. 12 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ ശബരി ട്രെയിനായിരുന്നു. മനുഷ്യരില്ല മറ്റേ സ്ഥലത്ത്, ഭയങ്കര ഇരുട്ടായിരുന്നു. ആ സമയത്ത് ട്രെയിൻ സ്റ്റോപ്പിൽ വന്നു. ഒരു 12:15 സ്റ്റോപ്പിൽ വന്നു ട്രെയിൻ നിന്നു. ഞങ്ങളായി ഞാനും ഹസ്ബൻഡുമാണ്. അപ്പം മക്കൾ പറഞ്ഞു നിങ്ങൾ പ്രായമായ സമയത്ത് ഒറ്റയ്ക്ക് പോകണ്ടെന്ന്. എന്നാലും ഞങ്ങൾ പോയി ഞങ്ങൾ ട്രെയിൻ കയറാൻ നേരത്ത് 2 കൊച്ചു പിള്ളേർ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ആ 12 മണിക്ക് നേരത്ത് അവരുടെ അമ്മയും അച്ഛനും ഒന്നും കൂടെ ഇല്ല. അവരവിടെ ആ എൻട്രൻസിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവർ ഞങ്ങളുടെ ബാഗും പിടിച്ച് ഞങ്ങളെ കൈയും പിടിച്ച് ട്രെയിനിലേക്ക് ഞങ്ങളുടെ ബോഗിയിൽ കയറ്റി. എന്നിട്ട് ഞങ്ങളുടെ AC കോച്ചിൽ ഞങ്ങളെ കൊണ്ടേ ഇരുത്തി. അപ്പം ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ആൾക്കാർ കിടക്കായിരുന്നു. അവരെ വിളിച്ച് ഈ പിള്ളേർ 2 പിള്ളേർ ഒരെണ്ണത്രയും അവരെ എഴുന്നേൽപ്പിച്ച് അവരപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ പുതപ്പൊക്കെ. അപ്പോൾ അവർ പറയാം നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ പുതപ്പൊക്കെ മാറ്റി തരാമെന്ന് പറഞ്ഞ് ആളെ വിളിച്ച് ആ പുതപ്പ് ഇതൊക്കെ മേടിച്ച് ഇനി ഞങ്ങൾ പോട്ടെ ആൻറ്റി അമ്മമ്മ എന്നൊക്കെ ബൈ പറഞ്ഞ് അവർ പോയി. ഇവിടുന്ന് അതും ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതും ഭഗവാന്റെ കടാക്ഷമാണ്. പിന്നെ ആ പിള്ളേർ ഞങ്ങൾ നോക്കിയില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മേലൊക്കെ കുളിരുന്നുണ്ട്. ഭഗവാൻ തന്നെ വന്ന് ഞങ്ങളെ ആരുമില്ല ഞങ്ങളുടെ കൂടെ. മക്കൾ പറഞ്ഞാൽ സത്യം. അപ്പോൾ ഈ 2 അനുഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല. ഞാൻ ഇവരുടെ എൻ്റെ ചേച്ചിയും എൻ്റെ അനിയത്തിയാണ്. ഞാൻ ഇവരുടെ വീട്ടിൽ വന്ന് ഇവരൊക്കെ പറഞ്ഞു. ഞങ്ങൾ സാധാരണ വഴിപാട് നടത്താറുള്ളൂ. തുലാഭാരം നടത്തിയിട്ടുണ്ട്. പിന്നെ മക്കൾ കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ വഴിപാട് നടത്തും. ഞങ്ങൾ മാത്രം പോവുകയാണെങ്കിൽ ദർശനം ചെയ്തു ഇതുപോലെ അവിൽ നിവേദ്യം, മറ്റേ നെയ്യ് തിന്നിവ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ സാധാരണ. അവരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരിഷ്ടംപോലെ വഴിപാട് നടത്തും. സമാധാനവും എല്ലാവർക്കും. ഒരു ഒന്നും ബുദ്ധിമുട്ടിലൊന്നും വിടാണ്ട് മോക്ഷപ്രാപ്തിയിലേക്ക് എത്താം, അത്രേ ഉള്ളൂ. അവിടെ തൊഴാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടുത്തെ പ്രസാദൂട്ട് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതുപോലെ അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്, നമുക്കങ്ങനെ കഴിക്കാൻ പറ്റുമോ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ പുറത്ത് ഞാനും ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ പുറത്തവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു അവർക്കടെ കൂടെയുള്ള ആളുകളോട് പറയുകയാണ് അവിടെ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കഴിക്കണ്ടോയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഞങ്ങളിത് കേട്ട് ഞങ്ങൾ പാൽപ്പായസത്തിന് രസീത് എഴുതാൻ നിന്നതായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ പറഞ്ഞ ഞങ്ങളിത് കേട്ട് കഴിഞ്ഞപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തിരക്കും ഇല്ല.
അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു കയറി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റി. പക്ഷേ കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അപ്പം നമുക്കറിയില്ല അവിടുത്തെ ഭഗവാന്റെ പ്രസാദൂട്ടാണ് എന്നുള്ളത് അറിയില്ല. എന്ന് വെച്ചാൽ പുറത്ത് കൊടുക്കണതാണെന്നുള്ളൊരു ധാരണയിലായിരുന്നു നമ്മൾ ചെന്നത്. കാരണം തിരക്കൊന്നുമില്ല. അതിന് മുമ്പ് അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് അവിടെ ഭയങ്കര ജനത്തിരക്കാണ്. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല. സെക്യൂരിറ്റി പറയുകയാണ് ആരുമില്ല, ഞങ്ങൾ കയറി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി കഴിക്കാൻ പറ്റി. അപ്പോൾ പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര ജനത്തിരക്ക്. നമുക്ക് അതിന് മുമ്പ് കാണുമ്പോൾ അങ്ങനെ ഇല്ല അവിടെ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു അനുഭവം പോലെ. സാധാരണ ഗുരുവായൂർ പോകുമ്പോൾ എന്തൊക്കെ വഴിപാട് നടത്താറില്ലേ? ഗുരുവായൂർ പാൽപ്പായസമാണ് എപ്പോഴും പോകുമ്പോൾ നടത്താറ്. മിക്കവാറും എല്ലാ മാസവും പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഭഗവാനെ എന്നും കാണാൻ വരാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹം. അത്ര ഇഷ്ടമാണ് ഭഗവാൻ. ഇപ്പൊ ഈ എല്ലാവരും കൃഷ്ണൻ ഒരുപാട് ആരാധിക്കാൻ ഇഷ്ടപ്പെടും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും എല്ലാവരും കൃഷ്ണനെ കൂടുതലായിട്ട് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഭഗവാനൊരു കുഞ്ഞായിട്ട് അങ്ങനെ മനസ്സിൽ കാണുന്നോണ്ടാവും എനിക്ക് തോന്നുന്നു. ഒരമ്മയുടെ മനസ്സെന്നുള്ള രീതിയിലാവാം ഭഗവാനോടുള്ളൊരു ഇഷ്ടവും അടുപ്പമൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഗുരുവായൂരിനല്ല ഒരു ക്ഷേത്രത്തിലും കൂടുതലായി നടക്കില്ല. എന്നാൽ ദൈവത്തിന് വിശ്വാസമാണ്, എല്ലാവരും വിശ്വാസമാണ്. എല്ലാവരുമായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്നൊരു ആളാണ് ഞാൻ. എന്നാലും പോകണം ആഗ്രഹമുണ്ട്. ഇപ്പോഴും സാധിക്കുന്നില്ല, കുഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ട്. വീട്ടിൽ മക്കളുണ്ട്, കുഞ്ഞു മക്കളുണ്ട് രണ്ടെണ്ണം. അവർക്ക് വേണ്ടി മാത്രം മനസ്സിലാ. ഗുരുവായൂർ കഴിയുന്ന സമയത്ത് എന്തെങ്കിലും അത്ഭുതങ്ങളോ ഭഗവാന്റെ അടുത്ത് എന്തെങ്കിലും അത്ഭുതങ്ങളോ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്? ഗുരുവായൂർ അനുഭവങ്ങളില്ല. ഞാനത് കൂടുതൽ വിശ്വസിക്കാൻ കാരണം ഒരു ദിവസം ഞാനിവിടെ തന്നെ ചോട്ടാനിക്ക തന്നെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ആ സമയത്ത് ഇങ്ങനെ ഗുരുവായൂരപ്പനാണോ വിഷ്ണു ഭഗവാനാണോ പറയാൻ പറ്റില്ല. നിറയെ ആഭരണോട്ടും നീല നിറച്ചത്, കയ്യിൽ മുണ്ടൂട്ട് ഇങ്ങനെ നിൽക്കുന്ന ഭാഗം എൻ്റെ മുന്നിൽ കണ്ടോ. അതാണ് മുന്നിൽ നിൽക്കുന്ന കണ്ടേ. കണ്ടൊന്നുമില്ല. അങ്ങനെ വിഷമിച്ച് ആരെല്ലാം വെച്ച് പേടിച്ച്. പിന്നെ ഇതൊക്കെ മാലയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് ദൈവമാണ് ഉള്ള വിശ്വാസം മാഞ്ഞുപോയി. കുറച്ച് നേരമുണ്ട്, കുറച്ച് നേരം ഉണ്ടുള്ളൂ. കുറച്ച് നേരം അമ്മിക്കാൻ പോയി. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ ഒരു മകൻ്റെ അവൻ മരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അവൻ്റെ ജീവൻ കിട്ടാൻ വേണ്ടി ഈ അമ്മയുടെ അടുത്ത് ഒരു പ്രാർത്ഥന, എൻ്റെ ജീവിതകാലം മുഴുക്കാൻ വിടാം അവൻ്റെ ജീവൻ കിട്ടിയാൽ. അപ്പോൾ അവൻ ഇന്നൊരു ജോലിക്കാരനായി, ഞാനിവിടെ കിടന്ന് അലയുന്നു മാത്രം. വിശ്വാസം എനിക്ക് എല്ലാ ദൈവങ്ങളും വിശ്വാസമാണ്, എല്ലാവരും വിശ്വാസമാണ്. തിരിച്ചു പോകാറില്ലേ? പോകാറുണ്ട്, വല്ലപ്പോഴൊക്കെ പോകും. വല്ലപ്പോഴൊക്കെ പോകും. കല്യാണമൊക്കെ എൻ്റെ മൂത്ത എൻ്റെ കൊച്ചിൻ്റെ കല്യാണമൊക്കെ അവിടെ വെച്ചിട്ടാണ് ഭംഗിയായിട്ട് നടത്തി. വിശ്വാസമൊന്നുമില്ല, എല്ലാം വിശ്വാസം തന്നെ. എല്ലാ ദൈവങ്ങളോടും വലിയ കാര്യമാണ്. കൂടുതൽ ക്ഷേത്രങ്ങൾ ഓടി നടക്കില്ല എന്ന് മാത്രം. ഇവിടെ തന്നെ അലഞ്ഞ് നടക്കും. അങ്ങനെ വഴിപാടും കാര്യമായിട്ടൊന്നും എല്ലായിടത്തും അങ്ങനെ കൊടുക്കുക അതൊന്നുമില്ല. ദൈവത്തെ വിളിക്കും, എന്നെ കൊണ്ട് അതിനെ കഴിയുള്ളൂ. അപ്പോൾ നാളെ ഒരാളെ തേങ്ങ അടിക്കാൻ പറഞ്ഞുകൂടെ, അതിന് ആരുടെ മേടിച്ചോട്ടെ ചിന്ത ഒന്ന് അടിക്കണം.